22 ശേഷമുള്ള സാക്ഷ്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. എനിക്ക് ഇവിടെ ഞാൻ ആദ്യം വന്നു അന്ന് ഉടമ്പടി എടുത്തു, സാക്ഷ്യം പറഞ്ഞു. അന്ന് തന്നെ ഞാൻ അച്ഛനെ കാണാനും നിന്നു. എനിക്കിതിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളില്ല. അച്ഛന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത അവസ്ഥകൾ. പക്ഷേ അച്ഛൻ അന്ന് എന്നെ ചീത്ത പറഞ്ഞു വിട്ടു, വഴക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അതെനിക്ക് വലിയ വിഷമമായി. അന്ന് നമ്മുടെ അൽസാണ്ടർ അച്ഛനായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നും തോന്നണ്ട മോനെ എന്നും പറഞ്ഞു. ഞാൻ നേരെ വെട്ടുകാട് പോയി അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ കോൾ വരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഞാൻ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കൈയും കാലും വിറച്ച് എനിക്ക് ഒന്നും അച്ഛനോട് പറയാൻ പറ്റാണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നുപോയി. പക്ഷേ അത് മാതാവ് നമ്മൾ ഇവിടുന്ന് വിഷമിച്ച് പോയാൽ ഒരിക്കലും നമ്മുടെ വിഷമം അമ്മ കാണുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായിരുന്നു അച്ഛൻ വിളിച്ചത്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഞാൻ അച്ഛനെ വന്ന് കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നിയോഗങ്ങൾ ഏറ്റവും വലിയൊരു നിയോഗം ഇന്നുവരെ നടന്നിട്ടില്ല. പക്ഷേ അത് എൻ്റെ കൃപ ഒഴുകുന്ന ഒരു ചാനലായിട്ട് ഞാൻ